ഹലോ, വെൽക്കം ടു റിതം ഓഫ് അങ്കു. അങ്കുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതും മൂകാംബിക വ്ളോഗ് തന്നെയാണ് കേട്ടോ. പാർട്ട് 4 ആണ് ഇത്. നമ്മൾ മൂകാംബിക പോയതിൻ്റെ അടുത്ത ദിവസം രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നതിന് ശേഷം ഞങ്ങൾ താമസിച്ച മഠത്തിൻ്റെ ആ ഭാഗത്ത് ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്. മെഡിറ്റേഷൻ ഹാളും ആണ്, അമ്പലമാണ്. വലിയൊരു ശിവലിംഗമാണ് പ്രതിഷ്ഠ. അപ്പോൾ അവിടെ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി തൊഴുതു വന്നിട്ട് അവിടേക്ക് പോവുക. ആ ഒരു ഭാഗമാട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഈ ഫോണിലൂടെ കാണുന്നതൊന്നുമല്ല, ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും പോകാൻ അവിടെ സാധിച്ചാൽ ഇവിടെയും കൂടെ പോകണം. നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലം കാണാൻ. അവിടെ പോയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സത്യം പറയാമല്ലോ, ഇതിനെല്ലാം സാധിച്ചത് ഇവരുടെ ടീച്ചർ അവിടെ ഉള്ളത് കാരണം മാത്രമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം പെട്ടെന്നൊക്കെ കാര്യങ്ങൾ നടന്നു പോയതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അതിനകത്തൊന്നും കയറി എടുക്കാൻ പറ്റില്ല. അല്ലാത്ത നമ്മൾ അതിൻ്റെ ചുറ്റമ്പലത്തിൽ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നല്ലോണം ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പലതരം പൂക്കളും അങ്ങനെയൊക്കെ. അവിടെ നിന്നിട്ട് ആ ഭാഗത്തുള്ള മരങ്ങളൊക്കെ കാണാൻ, കാടും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഈ ഫോണിലൂടെ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട് എന്താ പറയുക, അവർ പൂജ ചെയ്യിപ്പിച്ച് നമ്മൾ തന്നെ അവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട്. പക്ഷേ ശിവലിംഗം നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് അങ്ങനെ പൊക്കത്തിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ തന്നെ നമുക്ക് വെള്ളം തീർത്തും തന്നിട്ട് നമ്മളവിടെ ശിവലിംഗത്തിലേക്ക് ഒഴിക്കുന്ന പോലെ അങ്ങനെ ചെയ്തു. നല്ല രസമില്ലേ കാണാൻ. ഇപ്പോഴാണത് ഒരാളെ അവിടെ കാണാൻ പറ്റിയത്. നമ്മൾ സാധാരണ കുരങ്ങുകൾ പോലെ അല്ല കേട്ടോ, ഇത് വേറൊരു ടൈപ്പ് കുരങ്ങന്മാരിലൊക്കെ. പക്ഷേ അത് വേറൊരു ടൈപ്പ്. അത് മയിലും കണ്ടു നമ്മൾ. നല്ലോണം ഉണ്ട് മയിലുകളും അങ്ങനത്തെ കുരങ്ങുകളൊക്കെ. ഇവിടെ വന്നാൽ തന്നെ ശരിക്കൊരു എന്താ പറയുക, നമ്മളെ മൈൻഡൊക്കെ കറക്റ്റ് ആ ഒരു കാമൻ പീസ്ഫുള്ളാണ്. കാരണം അതുപോലെ അവിടെ ശബ്ദം ഉണ്ടാക്കാൻ അങ്ങനെ ഒന്നും പാടില്ല. മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതേപോലെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ അതിനകത്ത് ഇരുന്ന് ഇതുപോലെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കങ്ങനെ വന്ന് ചെയ്യാൻ തോന്നണം. ശരിക്കും മൂകാംബിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം നിൽക്കുന്ന പോലെ വരണം കേട്ടോ. നമുക്കങ്ങനെ സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുമ്പോഴേ ശരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മുഴുവനൊന്നും നമുക്ക് പോയി കാണാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ അവിടുത്തെ ഉള്ള മെഡിറ്റേഷൻ അവിടേക്ക് പോയി. പിന്നെ അവിടെ മുരുടേശ്വർ എന്ന് പറഞ്ഞ അമ്പലമുണ്ട്, അതുപോലെ കുടജാദ്രി ഉണ്ട്. അതൊക്കെ ശരിക്കും പോകണം. നമുക്ക് സമയമില്ലാത്ത കാരണം ഞങ്ങളവിടെ അതിനൊന്നും പോകാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് അവിടെ തൊഴുകയാണെങ്കിൽ ഇവിടെയൊക്കെ വരണം. അതേപോലെ തന്നെ വേറെയും നല്ല സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. എല്ലാം കണ്ടിട്ട് പോകണം. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് കറക്റ്റ് ഒരു 3-4 ദിവസമൊക്കെ താമസിച്ചിട്ട് പോകുന്ന പോലെ വന്നാൽ അത്രയും നല്ലത്. ഇതാ കാണുന്നില്ലേ, അത് കിണറാട്ടോ. ഇത് കിണറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ ഭാഗവും കണ്ടുവരുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയതായിട്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഞാൻ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. നിങ്ങൾ കാഴ്ചകളൊക്കെ കാണൂ കേട്ടോ.